ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് മുരിങ്ങയിലയും ചെറുപയറും കൊണ്ട് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 100 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പയറുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം, നല്ലൊരു മണം വരും, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ പയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ആറി കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇത് ആറി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്, മീഡിയം സൈസിലെ 3 വെളുത്തുള്ളി ചതച്ചത്, 3-4 വെളുത്തുള്ളി എടുക്കുക. കുറച്ചൊന്ന് ചതച്ചാൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലോട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം നല്ലതായിട്ടൊന്ന് വേവിക്കണം. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ്. 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, കുറച്ച് വലിപ്പമുള്ള 4 വെളുത്തുള്ളി എടുത്തേക്കുന്നത്, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു തരിതരപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പയറൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളിത് അത്യാവശ്യം നല്ലതായിട്ട് വേവുന്നിടം വരെ വിസിൽ വെച്ച് വേവിക്കണം. ഈ ക്യാരറ്റും ഒക്കെ ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ പയറൊക്കെ നല്ലതായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ കുറച്ച് വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കുക. കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം കുറച്ചൊന്ന് പോകാൻ വേണ്ടി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1.25 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്, ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കുറുകിയിട്ടുമില്ല. ഇതിപ്പം നല്ലതായിട്ട് ചൂടായി 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 3 പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 3 കപ്പുണ്ട്. നല്ലതായിട്ട് കഴുകി എടുത്തേക്കും. ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വേവിക്കാം. ഇതിപ്പം മുരിങ്ങയിലയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. മുരിങ്ങയില ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട, ഒരു 5-6 മിനിറ്റ് നേരമൊക്കെ മതി. ഇനി ആ ചൂടിലിരുന്ന് കുറച്ചും കൂടെ വെന്തോളൂ. ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. എരിവ് കുറച്ച് മതി എന്നുള്ളവർ പച്ചമുളകിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊക്കെ ഒന്ന് കടുക് വറുത്തൊഴിക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുകും 2 ചുമന്നുള്ളി എരിഞ്ഞതും 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് കടുക് വറുത്തെടുക്കാം. ഇതിപ്പോൾ കടുക് വറുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുരിങ്ങയിലയും പയറും കൂടെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറി ചെയ്ത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.